السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഒരു പ്രത്യേക വിഷയമാണ്. നാം ഏകദേശം ആൾക്കാരും അവരുടെ പാചകത്തിൽ കറിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാധനമാണ് ബീട്രൂട്ട് എന്നുള്ളത്. അതിനെ പല നിലക്കും അതിൻ്റെ തണ്ടും അതിൻ്റെ ഇലയും ഇങ്ങനെ പല മെഡിസിൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. ചിലർ അത് അങ്ങനെ തന്നെ പച്ചയായി കഴിക്കുന്നു, സാലഡായിട്ട് അതിൻ്റെ സൂപ്പോ ജ്യൂസോ കുടിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അച്ചാറ്, ജാംസ്, ഇങ്ങനെ സോസ്, ഇങ്ങനെ പലതും ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് വലിയ ഒരു പ്രത്യേകതയുണ്ട്. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലി റളിയല്ലാഹു അൻഹും ഒരു പ്രാവശ്യം ഉമ്മുൽ മുൻദിർ അവരുടെ വീട്ടിൽ പോയി. ആ വീട്ടിൽ ഒരു കുല ഈത്തപ്പഴം ഉണ്ടായിരുന്നു. അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരു സാന്നിധ്യത്തിൽ അവർ വെച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലി റളിയല്ലാഹു അൻഹും അതിനെ കഴിക്കാൻ തുടങ്ങി. ആ ഈത്തപ്പഴത്തെ കുറച്ച് കഴിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലി, നിങ്ങൾ ഇത് കൂടുതൽ കഴിക്കരുത്. കാരണം നിങ്ങൾ ചില രോഗങ്ങളിൽ നിന്ന് ഇപ്പോൾ മുക്തി നേടിയതാണ്. എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ അടുത്ത് ഷിഫയായതാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഇത് കഴിക്കണ്ട എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ചില രോഗങ്ങൾ വന്ന് അത് സുഖപ്പെട്ടാൽ പലതും നാം പെട്ടെന്നായി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്, പലതും കൂടുതൽ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനെപ്പറ്റി നന്നായിട്ട് അതിൻ്റെ ഫാർമക്കോളജി ഒക്കെ നന്നായിട്ട് അറിയണം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പ്രത്യേകമായി സൂചിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഉമ്മുൽ മുൻദിർ അവർക്ക് ബാർലിയുടെ പത്തിലും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ കറിയും ഉണ്ടാക്കി കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇത് നിങ്ങൾ കഴിക്ക്, ഇത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്, നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബാർലിക്ക് ഒരുപാട് പ്രത്യേകതകൾ, അതിലൊരുപാട് ഔഷധ ഫലങ്ങൾ ഉണ്ട്. അതിനെ നാം ദിവസങ്ങളോളം പറഞ്ഞാലും തീരാത്തത്ര ഉണ്ട്. മുമ്പൊരു പ്രാവശ്യം ഞാൻ 1-2 ക്ലാസ്സിലായി പറഞ്ഞിരുന്നു. ഈ ബീട്രൂട്ടിനും വലിയ ഒരു പ്രത്യേകത ഉണ്ട്. അന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ആ ബീട്രൂട്ടും ഇന്ന് നാം കാണുന്ന ആ ചുവന്ന നിറത്തിലുള്ള ബീട്രൂട്ടൊക്കെ ഒന്ന് തന്നെയാണോ അല്ല വെവ്വേറെയാണോ? അത് ഒരേ ഫാമിലിയിൽ പെട്ടതാണ്. അതിൻ്റെ അന്നുണ്ടായിരുന്ന ആ ബീട്രൂട്ടിനുള്ള എല്ലാ ഔഷധ ഫലങ്ങളും ഇന്ന് ഉള്ളതിനും ഉണ്ട്. പിന്നെ ചില രാജ്യങ്ങളുടെ മാറ്റങ്ങൾ വരുമ്പോഴേക്ക് ചില സ്ഥലങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് ചിലപ്പോൾ ഒരേ സാധനത്തിനും ചില്ലറ വ്യത്യാസങ്ങൾ അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സിൽ കാണാറുണ്ട്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട്. ഇന്ന് ശാസ്ത്രം ഇതിനെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്, ഷുഗർ, സ്റ്റാർച്ച്, പ്രോട്ടീൻ, ഡയറ്ററി ഫൈബർ, സിങ്ക്, പൊട്ടാസ്യം, സോഡിയം, അയൺ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, മാംഗനീസ്, കാൽസ്യം, വൈറ്റമിൻ B1, B2, B3, B5, B6, B7, B12, വൈറ്റമിൻ സി, വൈറ്റമിൻ എ, ബിറ്റൈൻ, നിട്രിക് ആസിഡ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇന്ന് ശാസ്ത്രജ്ഞർ ഇതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ, ഔഷധഫലങ്ങളെപ്പറ്റി പറയുന്നത്? വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഒരുപാട് പോഷകങ്ങളെ കൊണ്ട് ഡെൻസായ, പോഷകങ്ങൾ നിറഞ്ഞ ഒരു സാധനമാണ് ബീട്രൂട്ട്. അത് കലോറീസുകളും വളരെ കുറവാണതിൽ.
പിന്നെ അത് നമ്മുടെ BP, ബ്ലഡ് പ്രഷറിനെ കുറക്കാൻ വളരെ നല്ലതാണ്. ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, അധികം BP ഉണ്ടെങ്കിൽ അതിനെ ബീട്രൂട്ട് കഴിക്കുന്നത് മുഖേന അത് കുറയും എന്ന്. അപ്പോൾ BP കുറയുന്ന അസുഖം ഉള്ളവരുണ്ടെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. 1-2 പ്രാവശ്യം കഴിക്കണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. കൂടാതെ നമ്മുടെ നീർക്കെട്ടുകൾ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വരുന്ന വീക്കങ്ങളൊക്കെ തടയാനും വളരെ നല്ലതാണ്. 2014 നടന്ന ഒരു പഠനത്തിൽ അവർ പറയുന്നു, ഇത് നമ്മുടെ സന്ധിവേദന ഇങ്ങനെയുള്ള നമ്മുടെ ജോയിൻസുകൾക്ക് വരുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇത് കുറക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ദഹനത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ദഹന പ്രക്രിയക്ക് വളരെ വളരെ നല്ലതാണ് അതിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ. നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. കൂടാതെ ചില പഠനങ്ങളിൽ പറയുന്നത് ഇതിലുള്ള ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ ക്യാൻസറുകളെ വരെ അത് തടയും എന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ അടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കോഗ്നിറ്റീവ് ഫങ്ഷനുകളൊക്കെ അതിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. രക്തക്കുറവുണ്ടല്ലോ, അനീമിയ, ഇന്ന് കൂടുതൽ സ്ത്രീകളിലും പെൺകുട്ടികളിലൊക്കെ കണ്ടുവരുന്ന, ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഈ രക്തക്കുറവ്, ഇതിനെ തടയാനും വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഈ ബീട്രൂട്ട് അതിൻ്റെ ജ്യൂസോ അതിൻ്റെ കറിയോ കഴിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള രക്തമില്ലായ്മ, അതിൻ്റെ കുറവ്, ചുരുക്കത്തിൽ അത് തടയും. അതേപോലെ തന്നെ LDL, ബാഡ് കൊളസ്ട്രോൾ, മോശമായ കൊഴുപ്പ്, അതിനെയും ഇത് ഇല്ലാണ്ടാക്കും. കൂടാതെ ചില സെക്സ് ഹോർമോണുകളെ അത് കൂട്ടും എന്ന് പറയുന്നു. അത് പല ഗവേഷകരും പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. കല്യാണം കഴിച്ച് സെക്സ് സംബന്ധമായ വീഴ്ചകൾ, കുറവുകൾ ഉള്ളവർക്ക് ഇതിൻ്റെ ജ്യൂസ് വളരെ നല്ലതാണ് എന്ന് പല ഗവേഷകരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചർമ്മങ്ങൾക്കും വളരെ നല്ലതാണ്, അതിൻ്റെ ഭംഗിക്കും അതിൻ്റെ ആരോഗ്യത്തിനും. അതേപോലെ തന്നെ നമ്മുടെ തലയുടെ മുടി, ഇതിനൊക്കെ വളരെ നല്ലതാണ്, അതിൻ്റെ ഭംഗിക്കും അതിൻ്റെ കറുപ്പ്, അതിൻ്റെ ഷൈനിങ്, ഇതിനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ കരളിനും വളരെ നല്ലതാണ്, വൃക്കക്കും കിഡ്നിക്കും വളരെ നല്ലതാണ്, ഹാർട്ടിനും നല്ലതാണ്, ശ്വാസകോശത്തിനും നല്ലതാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഇത് മുഖേന നമുക്ക് ഉപകാരങ്ങൾ, ഫലങ്ങൾ ഉണ്ട്. നമ്മുടെ രക്തത്തെ അത് ശുദ്ധീകരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ജ്യൂസ് കഴിക്കുന്നത് കൊണ്ട് ഓർമ്മശക്തി അധികരിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞു, ബീട്രൂട്ട് കഴിക്കണം എന്ന് ഇത് മുഖേന നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇത് കഴിക്കണം എന്ന് പറയുമ്പോഴേക്ക് ദൈനംദിനം 3 നേരം അത് കഴിക്കണം എന്നല്ല ഒന്നിൻ്റെയും അർത്ഥം. 1, 2, 3 പ്രാവശ്യമെങ്കിലും ഒരാഴ്ചയിൽ ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ജ്യൂസ് ഡെയിലിയും കുടിക്കാം എന്ന് ഗവേഷകർ പറയുന്നുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്നൊരിക്കലും അർത്ഥം ഇല്ല. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ മിൻ ദാഇൻ ഇല്ലാ അൻസല ലഹു ദവാഅൻ അലിമഹു മൻ അലിമ ജഹിലഹു മൻ ജഹില. ഇവിടെ ചുരുക്കത്തിൽ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല ഔഷധം, മരുന്ന് ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്, മരുന്നുണ്ട്. പക്ഷേ അതിനെ അറിഞ്ഞവൻ അറിഞ്ഞ് അറിയാത്തവൻ അറിഞ്ഞില്ല എന്നർത്ഥം വെച്ച് പോകലല്ല. അതിൻ്റെ അർത്ഥം തന്നെ
അതിൻ്റെ ഫാർമക്കോളജി അറിയണം, അതിനെപ്പറ്റി ഗവേഷണം ചെയ്യണം, എന്നിട്ട് കാര്യങ്ങൾ കണ്ടെത്തണം എന്നാണ്. അപ്പോൾ ഇതിന് സൈഡ് എഫക്ട്സുകൾ ഉണ്ടോ ഇല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റൂല. കിഡ്നിയിൽ കല്ലുള്ളവർ ഇതിനെ കുടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഇതിൻ്റെ ജ്യൂസ്. കാരണം കിഡ്നിൻ്റെ കല്ലുള്ളവർക്ക് അതത്ര നന്നല്ല. ഓൾറെഡി BP കുറവാണ്, 120/80 താഴെയാണ്. എന്നാലും അവരും ശ്രദ്ധിക്കണം, കാരണം ഇത് അധികം ഉണ്ടെങ്കിൽ കുറക്കുന്ന സാധനമാണല്ലോ. അല്ലെങ്കിൽ IBS ഇറിറ്റേബിൾ ബൗൾ സിൻഡ്രം എന്ന് പറയുന്ന ഈ മലസംബന്ധമായ രോഗങ്ങളുള്ളവരും ഇത് കഴിക്കുമ്പോഴേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്, അവർക്ക് അത്ര നന്നല്ല. പിന്നെ ചിലപ്പോൾ ഇത് കഴിച്ചാൽ, നാം ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചാൽ അവരുടെ മോഷനിൽ, സ്റ്റൂൾസുകളിൽ, മലങ്ങളിൽ ചിലപ്പോൾ ചുവന്ന കളറ് കാണും. അതേപോലെ തന്നെ ബീട്രൂട്ട് കഴിച്ചവർക്കും ചിലപ്പോൾ അങ്ങനെ കണ്ടേക്കാം. ഇതൊരു സൈഡ് എഫക്റ്റ് അല്ല, അത് മുഖേന ഒരു പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ആൾക്കാർ പേടിച്ചു പോകും. പിന്നീട് ഈ പ്രമേഹം, മധുരത്തിൻ്റെ രോഗം, മധുരം കൂടുതൽ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ കണക്കിലധികം ഒരിക്കലും കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഈ അലർജീസിൻ്റെ പ്രശ്നമുള്ളവർ, ചിലപ്പോൾ ഈ ചൊറിച്ചൽ, അല്ലെങ്കിൽ ശരീരത്തിൽ ചെറിയ ചെറിയ തടിപ്പുകൾ, അല്ലെങ്കിൽ ശ്വാസം എടുക്കാനും വിടാനുള്ള പ്രോബ്ലംസുകൾ ഉള്ളവരൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അവർ കഴിക്കുന്നത് അത്ര നന്നല്ല. എപ്പോഴെങ്കിലും ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യം കഴിച്ചാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ പിന്നെ അത് കഴിക്കാണ്ടിരിക്കൽ നല്ലതാണ്. പിന്നെ എന്ത് പറയുന്നുണ്ടെങ്കിലും ഒരു ക്ലാസ് കേട്ട് എന്ന് പറഞ്ഞ് അത് വാരി വലിച്ച് കഴിക്കൽ ഒരിക്കലുമല്ല. ഇത് കേൾക്കുന്നവർക്ക് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ട് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ടാവും, അവരടുത്തൊന്ന് ചോദിച്ച് കഴിക്കൽ ഏറ്റവും ഉത്തമമാണ്. അല്ലാഹു തആല നമുക്ക് നല്ലത് പറയുവാനും നല്ലത് ചെയ്യുവാനും ജനങ്ങൾക്കൊക്കെ നന്മകൾ ചെയ്യുവാനും നമുക്ക് കൊണ്ട് ആവുന്നത്ര സഹായങ്ങൾ സഹകരണങ്ങൾ ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തആല ഈ ഭൂമിയെ ശാന്തിയാൽ നിറക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.